നമുക്ക് സൗണ്ട് പഠിക്കാം. സൗണ്ട് നിങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ അറിയാവുന്നതല്ലേ, നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോകാം. സൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? സൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ശബ്ദമല്ലേ? ശബ്ദമാണ് സൗണ്ട്. അപ്പം എന്താ ശബ്ദം എന്ന് പറഞ്ഞാൽ ഒരു ഊർജ്ജമല്ലേ അല്ലേ? സൗണ്ട് എനർജി എന്നല്ലേ നമ്മൾ പറയുന്നത്, ലൈറ്റ് എനർജി, സൗണ്ട് എനർജി. അപ്പോൾ ഇതൊരു ഊർജ രൂപമാണ്. ഓക്കെ, എന്ത് ഊർജ രൂപമാണ്? ഹലോ, കേൾക്കാൻ പാടില്ലേ? കേൾക്കാമല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ ഇതൊരു ഊർജ രൂപമാണ്. ചുമ്മാ ഊർജ രൂപമല്ല, നമ്മൾ പറയുന്ന നമുക്ക് കേൾക്കുന്ന അല്ലേ, അല്ലെങ്കിൽ ശ്രവണബോധം ഉണ്ടാക്കുന്ന ഊർജ രൂപം. ശ്രവണ രൂപമല്ല, ശ്രവണബോധം. ഓക്കെ, ഇതിന് ഓർക്കാം. ശ്രവണബോധം ഉണ്ടാക്കുന്ന ഊർജ രൂപമാണ് ശബ്ദം. മറന്നുപോയത്. അപ്പോൾ ശ്രവണബോധം ഉണ്ടാക്കുന്ന ഊർജ രൂപമാണ് ശബ്ദം, അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ സൗണ്ട്. ശ്രവണബോധം എന്ന് പറഞ്ഞാൽ നമുക്ക് കേൾക്കാൻ കഴിയും അല്ലെ, നമുക്ക് കേൾക്കാൻ കഴിയുന്ന ഒരു ഊർജ്ജ രൂപം. അപ്പോൾ ഇതിനൊരു കാര്യം എന്ന് പറഞ്ഞാൽ ശബ്ദം എന്ന് പറഞ്ഞ സാധനത്തിന് എന്ത് വേണം? സഞ്ചരിക്കാൻ എന്ത് വേണം? ഒരു മാധ്യമം വേണം. ഓക്കെ, സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. ഇത് ചുമ്മാ സഞ്ചരിക്കില്ല, അതിനെന്ത് വേണം? ഒരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ഒരു മാധ്യമം വേണം. അതുപോലെ ഇതൊരു ഊർജ്ജ രൂപമാണ്. എന്ത് ഊർജ്ജ രൂപമാണ്? ശ്രവണബോധം. നമുക്ക് ശ്രവണബോധം ഉണ്ടാക്കുന്ന ഒരു ഊർജ്ജ രൂപമാണ് ശബ്ദം. ശബ്ദത്തിന് സഞ്ചരിക്കാനൊരു മാധ്യമം ആവശ്യമാണ്. അതുപോലെ തന്നെ ശബ്ദം കേൾക്കാൻ കാരണം, അല്ലെങ്കിൽ ശബ്ദം ഉണ്ടാകാൻ കാരണം എന്താണ്? കമ്പനം എന്ന് പറയും. ഉണ്ടാകാൻ കാരണം ആരാണ്? ഒരു കമ്പനം എന്ന് പറയുന്ന സംഭവമാണ് കമ്പനം. അപ്പം 3 പോയിന്റ് പഠിച്ചില്ലേ? 1, ഊർജ്ജ രൂപമാണ് ശബ്ദം. എന്തുതരം ഊർജ്ജ രൂപമാണ്? ശ്രവണബോധം ഉളവാക്കുന്ന ഊർജ്ജ രൂപമാണ് ശബ്ദം. 2, ശബ്ദത്തിന് സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമാണ്. 3, ശബ്ദം ഉണ്ടാക്കാൻ കാരണത്തിന് നമ്മൾ പറയുന്ന പേരാണ് കമ്പനം. ഇനി എന്താണ് കമ്പനം? വൈബ്രേഷൻ എന്ന് പറയും നമ്മൾ. വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ ദോലനം, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മൂവ്മെന്റ് ഇല്ലേ, അതിനെ നമ്മൾ ദോലനം എന്നാണ് പറയുന്നത്. ഒരു പോയിന്റിൽ നിന്ന് നമ്മളൊരു പോയിന്റ് എടുത്താൽ ഇവിടുന്ന് ഇങ്ങോട്ടും ഒക്കെ അങ്ങോട്ടും ഉള്ള ഇങ്ങനെ മൂവ് ചെയ്യുന്നത്, പെട്ടെന്ന് അത് മൂവ് ചെയ്യുന്നതിനെ നമ്മൾ ദോലനം എന്ന് പറയും. വളരെ സ്പീഡിലുള്ള ദോലനമാണ് കമ്പനം. ഓക്കെ, ദ്രുതഗതിയിലുള്ള ദോലനമാണ് എന്ത്? കമ്പനം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഊർജ്ജ രൂപമാണ്. എന്ത് ഊർജ്ജ രൂപം? ശ്രവണബോധം ഉളവാക്കുന്ന ഊർജ്ജ രൂപമാണ് ശബ്ദം. ശബ്ദത്തിന് സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമുണ്ട്. ശബ്ദം ഉണ്ടാക്കാൻ കാരണം എന്താണ്? കമ്പനം. അപ്പം നിങ്ങൾ സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ഈ തട്ടുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഈ സാധനം വൈബ്രേറ്റ് ചെയ്യുന്നത്. അപ്പം ഒരു വൈബ്രേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ എന്തുള്ളൂ? ശബ്ദമുള്ളൂ. ദ്രുതഗതിയിലുള്ള ദോലനമാണ് എന്ത്? കമ്പനം. ഓക്കെ, കമ്പനം ഉണ്ടാകുന്നത് കാരണമാണ് നമുക്ക് ശബ്ദം ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി ഇതൊന്ന് പറഞ്ഞു നോക്കിയേ. 4 പോയിന്റ്. ആവശ്യമാണ്. കമ്പനമാണ് കമ്പനം. ഇനി നമുക്ക് ചന്ദ്രൻ പോവാന്ന് വിചാരിക്കുക. ചന്ദ്രനിൽ ശബ്ദമില്ല. കാരണം എന്താ? നിങ്ങൾക്ക് ചന്ദ്രൻ കേൾക്കാൻ പറ്റുമോ? വല്ലതും ഒന്നും കേൾക്കാൻ പറ്റില്ല. അവിടെ എന്തില്ല? ഒരു മാധ്യമമില്ല അല്ലേ? മാധ്യമമില്ല. അതായത് ശബ്ദത്തിൽ സഞ്ചരിക്കാൻ മാധ്യമമില്ല. മാധ്യമം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അന്തരീക്ഷം. ഓക്കെ, അന്തരീക്ഷം അല്ലെങ്കിൽ വായു. ഈ വായു ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇതിനെ കേൾക്കാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പം ചന്ദ്രനിൽ എന്തില്ല? ശബ്ദം കേൾക്കാൻ പറ്റില്ല. അപ്പോൾ ചന്ദ്രനിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്ന എന്ത് വെച്ചിട്ടായിരിക്കും?
റേഡിയോ റിസീവേഴ്സ് വെച്ചിട്ടായിരിക്കും. നമുക്ക് മൈക്രോഫോണൊക്കെ ഉണ്ടാവും, നമ്മുടെ മൊബൈൽ ഫോണില്ലേ, ഈ മൊബൈൽ ഫോൺ പോലത്തെ റേഡിയോ റിസീവേഴ്സ്. അപ്പം നമ്മൾ ചന്ദ്രനിൽ മാത്രമല്ല, നമ്മൾ ഈ ശൂന്യാകാശത്തൊക്കെ ചെന്ന് കഴിയുമ്പോൾ എന്താണ് അവർ സംസാരിക്കുന്നത് ഈ റേഡിയോ റിസീവേഴ്സ് വെച്ചിട്ടായിരിക്കും. പിന്നെ അതുപോലെ സൂര്യനിൽ നിന്നുള്ള എന്ത് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ? സൂര്യൻ ഉണ്ടെന്ന് വിചാരിക്കുക, ഇത് സണ്ണാണ്, ഇവിടെ എർത്ത് ഉണ്ട്, ഇവിടെ നിന്നുള്ള എന്ത് മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ? ലൈറ്റ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ അല്ലേ? എന്തില്ല, സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റില്ല. അപ്പോൾ സൂര്യനിൽ ഉണ്ടാകുന്ന പൊട്ടിത്തെറി, ഭയങ്കര പൊട്ടിത്തെറിയൊക്കെ നടക്കുന്നുണ്ട് സൂര്യനിൽ, അതിൻ്റെ ഒന്നും സൗണ്ട് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കില്ല. കാരണം ഇവിടെ നിന്ന് ഇവിടെ വരണമെങ്കിൽ എന്ത് വേണം? സൂര്യനിൽ നിന്ന് എർത്തിലേക്ക് വരണമെങ്കിൽ, സൗണ്ടിന് വരണമെങ്കിൽ ഒരു മാധ്യമത്തിൻ്റെ ആവശ്യമുണ്ട്. പക്ഷേ ഇവിടെ എന്തില്ല, നമുക്കൊരു മാധ്യമം ഇല്ല. മാധ്യമമില്ലാത്ത കാരണം സൗണ്ടിന് ഇവിടെ വരാൻ പറ്റില്ല. ഓക്കെ, ഇനി ഇപ്പോൾ നമുക്ക് നമ്മൾ ശബ്ദം ഉണ്ടാക്കുന്നുണ്ടല്ലേ. അപ്പോൾ നമ്മൾ ശബ്ദം ഉണ്ടാക്കുമ്പോൾ നമ്മുടെ തൊണ്ടയിൽ ഉള്ളൊരു സാധനമാണ് സ്വനപേടകം. ഓക്കെ, അപ്പോൾ സ്വനപേടകം എന്നാണ് പറയുന്നത്. സ്വനപേടകം നമ്മുടെ ചെവിയല്ല, തൊണ്ടയിൽ ഈ സ്വനപേടകമാണ് എന്തുണ്ടാക്കുന്നത്? ഈ ശബ്ദം ഉണ്ടാക്കുന്നത്. ഇനി സ്വനപേടകത്തിലെ ശബ്ദം ഉണ്ടാക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് എന്ത്? സ്വനതന്തു. മനസ്സിലായോ? അപ്പം നമ്മുടെ തൊണ്ടയിൽ എന്തുണ്ട്? ഒരു സ്വനപേടകം എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ഈ സ്വനപേടകത്തിൻ്റെ ഉള്ളിൽ ഒരു സ്വനതന്തു ഉണ്ട്. ഇതാണ് ശബ്ദം പുറപ്പെടുവിക്കുന്നത്. അപ്പോൾ സ്വനപേടകം ആണ് സ്രോതസ്. ഓക്കെ, അപ്പോൾ ശബ്ദ സ്രോതസ് ഏതാണെന്ന് ചോദിച്ചാൽ സ്വനപേടകം. ഇനി കമ്പനം ചെയ്യിക്കുന്ന ഭാഗം, ഓക്കെ, കമ്പനം ചെയ്യുന്ന ഭാഗം ആരാണ്? സ്വനതന്തു. മനസ്സിലായോ? അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ എൻ്റെ തൊണ്ടയിൽ ഒരു സ്വനപേടകം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഈ സ്വനപേടകത്തിൻ്റെ ഉള്ളിൽ സ്വനതന്തു എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഈ സ്വനതന്തുവാണ് കമ്പനം ചെയ്യുന്നത്. അപ്പോൾ സ്വനതന്തു കമ്പനം ചെയ്യുമ്പോൾ, സ്വനപേടകത്തിനുള്ളിൽ സ്വനതന്തു കമ്പനം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ശബ്ദം കേൾക്കാൻ പറ്റും. അപ്പോൾ സ്വനതന്തു മാത്രം കമ്പനം ചെയ്തിട്ട് കാര്യമില്ല, അതിൻ്റെ കൂടെ എന്തുണ്ട്? നമ്മുടെ തൊണ്ടയും ചുണ്ടും കമ്പനം ചെയ്യുന്നുണ്ട്. തൊണ്ട, ചുണ്ട് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കമ്പനം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് അനുബന്ധമായി കമ്പനം ചെയ്യുന്നതാണ് അതിൻ്റെ കൂടെ. ഓക്കെ, അപ്പം ഞാൻ ഒന്നുകൂടെ പറയാം. ഇതാണ് നമ്മുടെ ഒരു ബോക്സ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ശബ്ദം പുറപ്പെടുവിക്കുന്ന സ്രോതസ്, സംസാരിക്കുമ്പോൾ ഒരാൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ കേൾക്കുന്നെങ്കിൽ ശബ്ദം പുറപ്പെടുവിക്കാൻ ഒരു സ്രോതസ് ആവശ്യമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ശബ്ദം പുറപ്പെടുവിക്കുന്ന ഒരു സ്രോതസ് ഉണ്ട്. അതുപോലെ തന്നെ അതിൽ ഒരു എന്താ പറയുന്നത്, ഇത് ശബ്ദം ഉണ്ടാക്കി കമ്പനം ചെയ്യണം. ഒരു സാധനം കമ്പനം ചെയ്താലേ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കമ്പനം ചെയ്യണം. അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ കമ്പനം ചെയ്യുന്ന സ്ഥലം വഴിയാണ് സ്രോതസ്. സ്വനപേടകമാണ് നമ്മുടെ ശബ്ദ സ്രോതസ്. അപ്പോൾ സ്വനപേടകത്തിനുള്ളിൽ സ്വനതന്തുക്കൾ കമ്പനം ചെയ്യും. ഈ സ്വനതന്തുക്കൾ കമ്പനം ചെയ്യുമ്പോൾ അതിനോടനുബന്ധിച്ചുള്ള തൊണ്ട, ചുണ്ടൊക്കെ കമ്പനം ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങളോട് ചോദിക്കുകയാണ്, ഓടക്കുഴൽ എടുക്കുകയാണ്. ഓടക്കുഴൽ ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. ഈ ഓടക്കുഴൽ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഓടക്കുഴലിൽ എന്താണ് കമ്പനം ചെയ്യുന്നത്? എന്താ ഓടക്കുഴലിൽ കമ്പനം ചെയ്യുന്നത്? അതിൻ്റെ ഉള്ളിൽ ഒരു എയർ ഉണ്ടല്ലേ, എയർ കോളം എന്ന് പറയും നമ്മൾ. എയർ കോളം, എയർ കോളത്തിൻ്റെ മലയാളമാണ് വായുയൂപം. ഓക്കെ, വായുയൂപം എന്ന് പറയും, എയർ കോളം. അപ്പോൾ ഓടക്കുഴൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഊതുവാണ്, നമ്മളതിൽ കുറച്ച് ഹോൾസ് ഉണ്ട്, നമ്മളിങ്ങനെ കൈകൊണ്ട് അടച്ചു പിടിക്കും. അപ്പോൾ അതിനുള്ളിൽ എയറിനെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. ഓടക്കുഴലിലെ വായുയൂപമാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അത് എന്തൊക്കെ അനുബന്ധമായിട്ട് കമ്പനം ചെയ്യുന്ന ഏതാ? സുഷിരം കമ്പനം ചെയ്യുന്നുണ്ട്. ഓക്കെ, സുഷിരമുണ്ട്, സുഷിര ഭാഗം അല്ല, സുഷിരം, അതുപോലെ തന്നെ വായു. ആ സുഷിരമുള്ള ഭാഗവും വായുവൊക്കെ നമ്മൾ എന്ത് ചെയ്യിപ്പിക്കുന്നുണ്ട്? കമ്പനം ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇനി അടുത്തൊരു സാധനം നമ്മൾ കേൾക്കുന്നതാണ് ചെണ്ട. ഓക്കെ, ചെണ്ട എന്നാ വെച്ചാൽ ഉണ്ടാക്കിയിരിക്കുന്നത്? തോല് കൊണ്ടല്ലേ, ഒരു തുകല്. അപ്പോൾ ഒരു തോല് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ തുകൽ വെച്ചിട്ടാണ് ഉണ്ടാകുന്നത്. തുകലാണ് വൈബ്രേറ്റ് ചെയ്യുന്നത് ആദ്യം. ഇനി നമുക്കതിൽ പിന്നെന്തുണ്ട്? ഒരു മരം ഉണ്ടല്ലേ, മരം കൊണ്ടുള്ള ഒരു ഭാഗമുണ്ട്. അതുപോലെ തന്നെ വായുവും കമ്പനം ചെയ്യുന്നുണ്ട്. ഒരു മരം, ഒരു ബോക്സാണ് ഈ ചെണ്ട എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും. ഒരു ബോക്സാണ്. അപ്പം ഇത് മരമാണ്, ഇത് തുകലാണ്. നമ്മൾ കൊട്ടുമ്പോൾ ആ മരം, ഇതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ഇതിൻ്റെ ഉള്ളിൽ വായുവുണ്ട്. ഈ ചെണ്ടയുടെ ഉള്ളിൽ വായുവുണ്ട്. അപ്പോൾ മരമുണ്ട്, വായുവും ഒക്കെ, തുകലും എല്ലാം കൂടെ കൂടി വൈബ്രേറ്റ് ചെയ്താണ് നമുക്ക് ചെണ്ടയുടെ സൗണ്ട് കേൾക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഗിത്താർ. നമ്മൾ ഗിത്താർ കാണുന്ന, ഗിത്താറിൽ എന്താ വൈബ്രേറ്റ് ചെയ്യുന്നത്?
കമ്പിയാണ്, കമ്പി. ചുമ്മാ കമ്പി മാത്രമല്ല, കമ്പി വൈബ്രേറ്റ് ചെയ്യുന്നു. അന്നേരം പിന്നെ അതിനനുസരിച്ച് എന്ത് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്? വായു ഉണ്ട്. പിന്നെ അതിനെ നമ്മൾ സൗണ്ട് ബോർഡ് എന്നാണ് വിളിക്കുന്നത്. സൗണ്ട് ബോർഡ്. ബോക്സ് പോലെ ഉണ്ടല്ലോ, അതിൽ ഒരു ബോക്സ് പോലെ ഉണ്ട് അതല്ലേ, ഇങ്ങനെ ഇരിക്കുന്ന ഗിത്താർ ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ എന്തൊക്കെയാണ് ഇരിക്കുന്നതെന്ന് തോന്നുന്നു അല്ലേ. ഇവിടെ ഇങ്ങനെ കമ്പി പോകുന്നുണ്ടാവും. ഇവിടെ നമ്മൾ കമ്പിയിൽ തൊടും. ഈ സൗണ്ട് ബോർഡ് എന്ന് പറയുന്ന ഈ ബോക്സ് പോലെ ഇരിക്കുന്ന സാധനമാണ്. അപ്പം അതാണ് കമ്പനം ചെയ്യുന്നത്. ഓക്കെ, അനുബന്ധമായിട്ട് വായു, സൗണ്ട് ബോർഡ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് പറഞ്ഞു നോക്കിയേ. വേഗമായിക്കോട്ടെ, പറഞ്ഞു നോക്ക്. സ്വനപേടകം. കമ്പനം ചെയ്യുന്നത് സ്വനതന്തുക്കൾ. അതിൻ്റെ കൂടെ കമ്പനം ചെയ്യുന്നത്, അനുബന്ധമായിട്ട് കമ്പനം ചെയ്യുന്നത് തൊണ്ടയും ചുണ്ടും. ഇനി അടുത്ത് ഞാൻ പറയാം. ഞാൻ ഇതിൻ്റെ സ്രോതസ് പറയാം, നിങ്ങൾ ബാക്കി പറയണം. ഓടക്കുഴല് കമ്പനം ചെയ്യുന്നത് വായുവും, അനുബന്ധമായി കമ്പനം ചെയ്യുന്നത് വായുവും. ഇനി ചെണ്ട, തുകൽ, അനുബന്ധമായി കമ്പനം ചെയ്യുന്നത് മരം, വായു. ഇനി ഗിത്താറ്, വായു, സൗണ്ട് ബോർഡ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അടുത്ത സാധനം. ഇനി നമുക്ക് ശബ്ദത്തിന് വേണ്ട ഘടകങ്ങൾ. ഓക്കെ, ഘടകങ്ങൾ. അപ്പോൾ നമ്മൾ ചുമ്മാ ശബ്ദമൊന്നും ഉണ്ടാവില്ല, കുറച്ച് ഘടകങ്ങളുണ്ട് ശബ്ദത്തിന്. നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ശബ്ദം. അപ്പോൾ നമുക്ക് ശബ്ദം ഉണ്ടാക്കുന്ന ഒരു സാധനമുണ്ട്. ഇതിനെ ഞാൻ വിളിക്കുന്ന പേരാണ് സ്രോതസ്. ഓക്കെ, ഒരു ശബ്ദ സ്രോതസ് വേണം. ഈ ശബ്ദ സ്രോതസ് ഇന്ന് ശബ്ദം ഉണ്ടാകുന്നുണ്ട്. ഇത് ശബ്ദമാണ്. ശബ്ദ സ്രോതസ്സിൽ നിന്ന് ശബ്ദം ഉണ്ടാകുന്നുണ്ട്. ഈ ശബ്ദം സഞ്ചരിക്കാൻ എന്താവശ്യമുണ്ട്? ഒരു മാധ്യമം വേണം. മറന്നു വരുന്നത്, ഒരു മാധ്യമം ഉണ്ടാവണം. അപ്പോൾ ശബ്ദ സ്രോതസ് പിന്നെന്തുണ്ട്? ശബ്ദം സഞ്ചരിക്കാനായിട്ടുള്ളൊരു മാധ്യമം. എന്ത് വേണേലാവാം, ഖരവോ ദ്രാവകമോ വാതകമോ എന്ത് വേണേലാകാം. ഒരു മാധ്യമം നമുക്ക് ആവശ്യമുണ്ട്. ഈ മാധ്യമം മാത്രം പോരാ, നമുക്ക് എന്തുകൂടെ വേണം? ഇത് ഒരു ശ്രവണേന്ദ്രിയം വേണം. ഓക്കെ, നമുക്ക് മാധ്യമം, ഒരു ശ്രവണേന്ദ്രിയം. ശ്രവണേന്ദ്രിയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെവി. ഇത്ര ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ശബ്ദം കേൾക്കാനായിട്ട് സാധിക്കുള്ളൂ. മനസ്സിലായോ? അപ്പോൾ സ്രോതസ് വേണം, ശബ്ദത്തിന് സഞ്ചരിക്കാനൊരു മാധ്യമം ആവശ്യമുണ്ട്, കേൾക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ശ്രവണേന്ദ്രിയം ആവശ്യമുണ്ട്. അപ്പോൾ ഇതാണ് 3 ഘടകങ്ങൾ. ഒന്ന് പറഞ്ഞു നോക്കിയേ, ശബ്ദത്തിൻ്റെ 3 ഘടകങ്ങൾ. ശബ്ദം കേൾക്കാൻ ആവശ്യമുള്ള 3 ഘടകങ്ങൾ ഏതൊക്കെയാണ്? സ്രോതസ് വേണം, മാധ്യമം, കേൾക്കാനായിട്ടുള്ള ഒരു ഇന്ദ്രിയം, ചെവി. ചെവി ഇങ്ങനെ ഉണ്ടെങ്കിലേ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുള്ളൂ. ചെവിയില്ല, ഇതിൽ ഏതെങ്കിലും ഒരു സാധനം ഇല്ലെങ്കിൽ നമുക്ക് ശബ്ദം കേൾക്കാൻ പറ്റില്ല. നമ്മുടെ ചെവി പ്രശ്നമാണെങ്കിൽ നമുക്ക് കേൾക്കാൻ പറ്റില്ല. അവിടെ ഒരു മാധ്യമം ഇല്ലെങ്കിൽ നമുക്ക് കേൾക്കാൻ പറ്റില്ല. ശബ്ദത്തിന് സ്രോതസ് ഇല്ലെങ്കിലും ശബ്ദം നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കില്ല. ഇനി നമുക്ക് ശബ്ദത്തിൻ്റെ വേഗതയെ പറ്റി പഠിക്കാം. വേഗത. ഓക്കെ, വേഗത എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ശബ്ദത്തിൻ്റെ ശൂന്യതയിലെ വേഗത എത്രയാ? ഒത്തിരി തവണ ചോദിച്ചതാ. ശൂന്യതയിലെ വേഗത. ശൂന്യതയിൽ ശബ്ദം സഞ്ചരിക്കുമോ? ഇല്ല. അപ്പോൾ അത് എത്രയായിരിക്കും? 0 ആണ്. ഓക്കെ, 0 ആണ്. ശൂന്യതയിൽ ശബ്ദം ഇല്ല, ശബ്ദത്തിൽ സഞ്ചരിക്കാൻ പറ്റില്ല, അതിൻ്റെ വേഗത 0 ആണ്. ഇനി സാധാരണ അന്തരീക്ഷത്തിലെ വേഗത അത് സാധാരണ ടെമ്പറേച്ചർ ആണെങ്കിൽ 340 ആണ്. 340 ആണ് നമ്മൾ സാധാരണ ഉപയോഗിക്കാറ്. 350 മീറ്റർ/സെക്കൻഡ് ആണ് നമ്മുടെ ശബ്ദത്തിൻ്റെ സാധാരണ അന്തരീക്ഷത്തിൽ, അതായത് സാധാരണ അന്തരീക്ഷ താപനിലയിലെ ശബ്ദത്തിൻ്റെ വേഗത 340 ആണ്. ഇനി എന്തിനനുസരിച്ച് മാറുന്നേ? മാധ്യമം മാറുമ്പോൾ വേഗത മാറുന്നു അല്ലേ? മാധ്യമം മാറുമ്പോൾ വേഗത മാറുന്നു. അത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് ശബ്ദത്തിൻ്റെ. നമ്മൾ ശബ്ദത്തിന് ഓരോ മാധ്യമത്തിലും ഓരോ വേഗതയാണ്, അത് മറന്നു വരുന്നത്. ഇപ്പോൾ ശൂന്യതയിലെ വേഗത 0 സാധാരണ അന്തരീക്ഷത്തിലെ വേഗത 350 മീറ്റർ/സെക്കൻഡ് ആണ്. ഓരോ മാധ്യമത്തിലും പല മാധ്യമത്തിലും പല വേഗതയായിരിക്കും. ഇനി ഏറ്റവും കൂടുതൽ ഏതിലാണ്? ഏറ്റവും കൂടുതൽ ഖരത്തിലാണ്. ഖരവസ്തുക്കളിലാണ് വേഗത കൂടുതൽ. അപ്പോൾ നമ്മൾ വേഗതയുടെ അടിസ്ഥാനത്തിൽ എഴുതിയ ഖരത്തിൽ വേഗത കൂടുതലാണ്. പിന്നെ ദ്രാവകം,
പിന്നെ വാതകം. അപ്പോൾ വാതകത്തിലാണ് ഏറ്റവും വേഗത കുറവുള്ളത്. ഓക്കെ, ഇത്ര ഓർത്തിരിക്കുക. അപ്പോൾ ശൂന്യതയിലെ ശബ്ദത്തിൻ്റെ വേഗത എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. സാധാരണ അന്തരീക്ഷത്തിലെ വേഗത എന്ന് പറഞ്ഞാൽ 350 മീറ്റർ/സെക്കൻഡ് ആയിരിക്കും. ഒരു മാധ്യമത്തിൽ നിന്ന് വേറെ മാധ്യമത്തിലേക്ക് മാറുമ്പോൾ ശബ്ദത്തിൻ്റെ വേഗതയും മാറുന്നുണ്ട്. ശബ്ദത്തിന് ഏറ്റവും കൂടുതൽ വേഗത ഉള്ളത് വസ്തുക്കളിലായിരിക്കും. ഇനി ശബ്ദത്തിൻ്റെ വേഗത ഏറ്റവും കുറഞ്ഞത് ഏതിലായിരിക്കും? കുറവ് വേഗത വാതകം. ഓക്കെ, ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇനി ശബ്ദത്തിൻ്റെ വേഗത മാറുന്നതിൻ്റെ കാരണം ഇലാസ്തികതയാണ്. എന്താ ഇലാസ്തികത എന്ന് പറഞ്ഞാൽ? ഇലാസ്തികത കൂടിയാൽ വേഗത കൂടുതൽ. ഓക്കെ, ഇലാസ്തികത കൂടിയാൽ വേഗത കൂടുതലായിരിക്കും. നമ്മളൊരു സാധനം എടുത്തിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഫോഴ്സ് കൊടുക്കുക എന്ന് വിചാരിക്കുക, അത് പെട്ടെന്ന് തിരിച്ചു വരിക എന്ന് വിചാരിക്കുക അതിൻ്റെ ഒറിജിനൽ ഷേപ്പിലേക്ക്. എന്ത് സാധനത്തിനും നമ്മളൊരു ഫോഴ്സ് കൊടുത്താൽ, എന്നിട്ട് ആ ഫോഴ്സ് നമ്മൾ റിമൂവ് ചെയ്താൽ, അല്ലെങ്കിൽ ആ ഫോഴ്സ് നമ്മൾ മാറ്റിയാൽ അത് പെട്ടെന്ന് അതിൻ്റെ ഒറിജിനൽ രൂപത്തിലേക്ക് തിരിച്ചു വന്നാൽ അതിന് നമ്മൾ എന്ത് പറയാം? ഇലാസ്റ്റിക് മെറ്റീരിയൽ എന്ന് പറയും. അതായത് ഇലാസ്റ്റികത കൂടിയ മെറ്റീരിയലാണ്. നിങ്ങളൊരു എക്സാമ്പിൾ എടുത്താൽ, നിങ്ങളൊരു സ്റ്റീലിൻ്റെ ഒരു സാധനം എടുത്തു, സ്റ്റീലിൽ ഒരു ഫോഴ്സ് കൊടുത്ത്, സ്റ്റീലിൻ്റെ സ്കെയിലാണെന്ന് വിചാരിക്കുക, ഫോഴ്സ് കൊടുത്ത് കഴിയുമ്പോൾ അത് വളയാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്, വിട്ടാൽ അത് തിരിച്ച് അതിൻ്റെ ഒറിജിനൽ ഷേപ്പിലേക്ക് വരും. അപ്പോൾ അതിന് ഇലാസ്റ്റികത കൂടുതലാണ്. അപ്പോൾ ഇലാസ്റ്റികത കൂടിയ മാധ്യമത്തിൽ എന്ത് കൂടുതലായിരിക്കും? അപ്പോൾ ഇത്ര കൊടുത്തത് ഇലാസ്റ്റികത കൂടിയാൽ വേഗത കൂടുതൽ എന്ന് പറഞ്ഞാൽ മാധ്യമത്തിൻ്റെ കേസിലാണ് കേട്ടോ. മാധ്യമത്തിൽ ഇലാസ്റ്റികത കൂടിയ മാധ്യമത്തിൽ ശബ്ദത്തിൻ്റെ വേഗത കൂടുതലായിരിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ വേഗത ഉള്ളത് ഖരവസ്തുക്കൾക്കാണ് ഇലാസ്റ്റികത കൂടുതൽ, വാതകങ്ങൾക്കാണ് ഇലാസ്റ്റികത ഏറ്റവും കുറവ്. അപ്പോൾ ഖരവസ്തുക്കൾക്കായിരിക്കും വേഗത കൂടുതൽ. ഇനി വ്യത്യസ്ത മാധ്യമങ്ങളിൽ വ്യത്യസ്ത വേഗതയായിരിക്കും. വേഗത കുറവ് വാതകത്തിലാണ്. ശൂന്യതയിലാണ് ഏറ്റവും വേഗത കുറവ്, 0. പക്ഷേ ശൂന്യത നമ്മളൊരു മാധ്യമം അല്ലാത്ത കാരണം നമ്മളത് പറയുന്നില്ല. നമ്മൾ വസ്തുക്കൾ എടുത്തു കഴിഞ്ഞാൽ വാതകത്തിലാണ് ഏറ്റവും വേഗത കുറവായിട്ട് നമ്മൾ കാണുന്നത്. ഓക്കെ, ഇനി തടിയിലെ വേഗത. ഒരു തടി വസ്തുക്കളാണെന്ന് വിചാരിക്കുക. അപ്പോൾ തടി വസ്തുക്കളുടെ വേഗത എന്ന് പറഞ്ഞാൽ, ഒരു മരം എടുക്കുകയാണ്. മരം എടുത്താൽ അതിലൂടെ ശബ്ദം സഞ്ചരിക്കുന്ന വേഗത എന്ന് പറഞ്ഞാൽ അതിനൊരു വാല്യൂ ഉണ്ട്, ഒന്ന് പഠിച്ചു വെച്ചേക്കുക. 3850 മീറ്റർ/സെക്കൻഡ്. കണ്ടോ, 3850 മീറ്റർ/സെക്കൻഡ് ആണ് തടിയിലൂടെ ഉള്ള ശബ്ദത്തിൻ്റെ വേഗത. നമുക്ക് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കാം. ഇതൊന്ന് പറഞ്ഞു നോക്കിയേ. വേഗത, ശൂന്യതയിലെ വേഗത 0, 0 ആണ്. അന്തരീക്ഷ വേഗത 350. ഇത് മാറുമ്പോൾ വേഗത മാറുന്നു. ഏറ്റവും കൂടുതൽ വേഗത ഉള്ളത് വാതകം. ഇലാസ്റ്റികതയാണ്. കുറവ് വേഗത വാതകത്തിലാണ്. കൂടുതലായിരിക്കും. അത് കാരണം വേഗത തടി വസ്തുക്കളുടെ വേഗത 3850 മീറ്റർ/സെക്കൻഡ് ആയിരിക്കും. ഇനി ഞാനൊരു 3 സാധനം പറയുകയാണ്. വായു, ജലം, ഇരുമ്പ്. ഓക്കെ, ഇതിലേറ്റവും വേഗത കൂടുതൽ ആർക്കാം? ഇരുമ്പിന്. പിന്നെയോ ജലം, വായു. അപ്പോൾ അതാണ് അതിൻ്റെ ഓർഡർ. അപ്പോൾ നിങ്ങളോടെങ്കിലും ഒരു 3 സാധനം തന്നിട്ട് അതിനെ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞാൽ ഓർത്തോണം. ഖരവസ്തുക്കൾക്കാണ് കൂടുതൽ, ദ്രാവകത്തിന് കുറവാണ്, വായുവിനാണ് ഏറ്റവും കുറവ്. അങ്ങനെ കുറച്ച് സാധനങ്ങളുടെ വേഗത ഒന്ന് ഓർത്തിരിക്കുക. സ്റ്റീലിൻ്റെ വേഗത, ഏറ്റവും കൂടുതൽ നമ്മുടെ ബുക്കിൽ അലൂമിനിയം എന്നാണ് കിടക്കുന്നത്. അലൂമിനിയം. ഓക്കെ, അപ്പോൾ അലൂമിനിയത്തിലെ വേഗത എന്ന് പറഞ്ഞാൽ 6420 മീറ്റർ/സെക്കൻഡ് ആണ്. 6420. അപ്പോൾ ഏറ്റവും കൂടുതൽ വേഗത ഏതിലാണ്? അലൂമിനിയമാണ്. പിന്നെ അടുത്ത വേഗത സ്റ്റീലാണ്. സ്റ്റീലിൽ 5960. എല്ലാം ഒന്നും പഠിക്കണം തോന്നുന്നില്ല. ഈ അലുമിനിയം സ്റ്റീലും നിങ്ങൾ ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ അലുമിനിയം 6420. തടി എത്രയായിരുന്നു? 3850. സ്റ്റീൽ 5960. ഇനി വേണമെങ്കിൽ ജലത്തിൻ്റെ കൂടെ നമുക്കൊന്ന് നോക്കി വെക്കാം. ജലം നമ്മൾ കാണുന്നതല്ല. ഇതിൽ ശുദ്ധജലം എടുക്കുമ്പോൾ ശുദ്ധജലമുണ്ട്, കടൽ ജലമുണ്ട്. 2 വ്യത്യാസം ഉണ്ടല്ലോ. ഏതിലായിരിക്കും സ്പീഡ് കൂടുതൽ?
കടൽ ജലത്തിനായിരിക്കും, കാരണം അതിന് സാന്ദ്രത കുറച്ച് കൂടുതലുണ്ടല്ലേ. അപ്പോൾ കടൽ ജലത്തിൽ കുറച്ച് സ്പീഡ് വ്യത്യാസമുണ്ട്. ഇത് 1530, 1500കളാന്ന് ഓർത്താൽ മതി. 1531, 1498. ഓക്കെ, ഈ 1498ൻ്റെ പ്രത്യേകത എന്തുവായിരുന്നു? ഈ 1498 വാസ്കോ ഡ ഗാമ വന്നത്? 1498 അല്ലേ? അപ്പോൾ അത് ഓർത്ത് ഒരു ആൻസർ ആയില്ലേ? വാസ്കോ ഡ ഗാമ മറ്റേ കാപ്പാട് വന്ന സമയം 1498 തോന്നുന്നു, ഞാൻ മറന്നുപോയി, കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. അപ്പോൾ ശുദ്ധജലത്തിൽ അത് തന്നെയല്ലേ? അപ്പോൾ ശുദ്ധജലത്തിൻ്റെ വേഗത വാസ്കോ ഡ ഗാമയായിട്ട് ഓർത്താൽ മതി. ശുദ്ധജലം, കടൽ ജലം കുറച്ചും കൂടെ കൂടുതൽ, അത് എത്രയും കൂടുതലെന്ന് ഓർത്താൽ മതി. ഒരു 40ൻ്റെ എത്ര വ്യത്യാസം വന്നു? ഒരു 10, 40, 42 അല്ലേ? 43ൻ്റെ വ്യത്യാസമുണ്ട്. ഇത്ര ഓർത്താൽ മതി. അലുമിനിയം 6420, സ്റ്റീൽ 5960. ഏറ്റവും വേഗതയുള്ള മെറ്റീരിയൽ ഏതാണ്? അലുമിനിയം ആണ്, പിന്നെ സ്റ്റീലാണ്. അത്ര ഒന്ന് പറഞ്ഞു നോക്കിയേ. വേഗം പറഞ്ഞോ. 20, സ്റ്റീലിൻ്റെത് 5960, 498, 30 മീറ്റർ പെർ സെക്കൻഡ്. ഇതൊക്കെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒരു 2 വാതകത്തിലേയും കൂടെ പറയുന്നുണ്ട് ഇവർ. 2 വാതകം. വാതകം എന്ന് പറഞ്ഞാൽ വായു, നോർമൽ വായു. നമ്മൾ ആദ്യം 340 എന്ന് പറഞ്ഞായിരുന്നു. ഇത് ചുമ്മാ വായു എന്ന് പറഞ്ഞാൽ 346, 346 മീറ്റർ പെർ സെക്കൻഡ്, അല്ലെങ്കിൽ 340 മീറ്റർ പെർ സെക്കൻഡ് എന്ന് ഓർത്താൽ മതി. 346 മീറ്റർ പെർ സെക്കൻഡ്. ഇനി ഹീലിയം ആണെന്ന് വിചാരിക്കുക. ഹീലിയം എന്ന് പറഞ്ഞാൽ വേറൊരു വാതകമല്ലേ. അപ്പോൾ ഹീലിയത്തിൽ കുറച്ചും കൂടെ കൂടുതലാണ്, 965 മീറ്റർ പെർ സെക്കൻഡ്. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ 2 പഠിച്ചില്ലേ? അപ്പോൾ വായുവിന് 346 മീറ്റർ പെർ സെക്കൻഡും ഹീലിയത്തിൽ 965 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് വേഗതകൾ പഠിക്കാനുള്ളത്. ഇത്രയും വേഗതകളൊന്നും ഓർത്തിരിക്കണം. ഇനി വായു നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതിനെ കുറച്ച് കാര്യങ്ങൾ സ്വാധീനിക്കുന്നുണ്ട്. ഓക്കെ, വായുവിലൂടെയുള്ള വേഗതയെ സ്വാധീനിക്കുന്ന സാധനങ്ങൾ, അത് ഒന്ന് ഓർത്തിരിക്കണം. ഘടകങ്ങൾ, കുറച്ച് കാര്യങ്ങൾ മാറുമ്പോൾ വായുവിലെ വേഗതയും മാറുന്നുണ്ട്. അപ്പോൾ വായുവിലെ വേഗതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് ആർദ്രത, ഓക്കെ, സാന്ദ്രത, താപനില, കാറ്റ്. ഒന്ന് പറഞ്ഞു നോക്കിയേ. വായുവിലെ വേഗതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, അതിൻ്റെ പേരുകളൊന്ന് ആദ്യം കറക്റ്റായിട്ട് പഠിക്കാം. ആർദ്രത സ്വാധീനിക്കും, സാന്ദ്രത സ്വാധീനിക്കും, താപനില സ്വാധീനിക്കും, കാറ്റ്. ഓക്കെ, ആർദ്രത, സാന്ദ്രത, താപനില, കാറ്റ്. ഇത്രയും കാര്യങ്ങളാണ് വായുവിലൂടെയുള്ള വേഗതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഈ ആർദ്രത എന്ന് പറഞ്ഞാൽ എന്താ? ആർദ്രത നീരാവിയുടെ അളവ് അല്ലേ, അല്ലെങ്കിൽ ജലബാഷ്പത്തിന്റെ അളവ് ഇവിടത്തെ അന്തരീക്ഷത്തിലെ അന്തരീക്ഷത്തിലെ ജലബാഷ്പത്തിന്റെ അളവാണ് ആർദ്രത. മനസ്സിലായോ? അപ്പോൾ വായുവിൽ വേഗതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്താണ്? ആർദ്രത, സാന്ദ്രത, താപനില, കാറ്റ്. അതിൽ ആർദ്രത എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിലെ ജലബാഷ്പത്തിന്റെ അളവാണ്. ഇനി എപ്പോഴായിരിക്കും ആർദ്രത കൂടുതൽ? താപനില കൂടുമ്പോൾ ആർദ്രത കൂടുതലായിരിക്കും സ്വാഭാവികമായിട്ട്. കാരണം അപ്പോഴത്തേക്ക് നമ്മുടെ വെള്ളമൊക്കെ നമുക്ക് ഭയങ്കര ആർദ്രതയാണ്. അതാണ് നമുക്ക് ഭയങ്കര ചൂടെടുക്കുന്നില്ല. ഇപ്പം ഈ വേനൽക്കാലത്ത് ചൂടെടുക്കുന്നതിൻ്റെ ഒരു കാരണമാണ് ഈ ആർദ്രത കൂടുമ്പം ഹ്യൂമിഡിറ്റി എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. നമ്മൾ ചൂട് കൂടുന്തോറും ഈ വെള്ളം കൂടുതൽ ബാഷ്പീകരിക്കും. ഈ വെള്ളം ബാഷ്പീരിച്ച് അന്തരീക്ഷത്തിലെ അളവ് കൂടുതലായിരിക്കും. അപ്പോൾ ആർദ്രത കൂടുതൽ എപ്പോഴായിരിക്കും? വേനൽക്കാലത്ത്. ഓക്കെ, വേനൽക്കാലത്ത് ആണെന്ത്? ആർദ്രത കൂടുതൽ. മറന്നു കൊടുത്തു. അപ്പോൾ വേനൽക്കാലത്താണ് ആർദ്രത കൂടുതൽ. അപ്പോൾ കുറവ് എപ്പോഴായിരിക്കും? മഴക്കാലത്തും ആപേക്ഷിക ആർദ്രത കൂടുതലായിരിക്കും. മഴക്കാലത്ത്
ആപേക്ഷിക ആർദ്രത എന്നാണ് പറയുന്നത്. മഴ പെയ്യുമ്പോഴും കൂടുതലല്ലേ, നീരാവി കൂടുതലുണ്ടാവും. നമുക്ക് ഈ മഴക്കാലത്ത് സമയത്ത് കാർമേഘം കൂടി നിൽക്കുമ്പോൾ നല്ല ചൂട് അനുഭവപ്പെടാറുണ്ടല്ലേ, ആർദ്രത കൂടുതൽ. അപ്പോൾ വേനൽക്കാലത്തും മഴക്കാലത്തും ഒക്കെ ആർദ്രത കൂടുതലാണ്. അപ്പോൾ എപ്പോഴായിരിക്കും ആർദ്രത കുറവ്? മഞ്ഞുകാലത്ത്. 3 കാലമല്ലേ നമുക്കുള്ളൂ. മഞ്ഞുകാലത്ത് ആർദ്രത കുറവായിരിക്കും. മഞ്ഞുകാലത്ത് നല്ല തണുപ്പല്ലേ നമുക്ക് അനുഭവപ്പെടണേ, കാരണം എന്താണ്, ആർദ്രതയില്ല. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ വേനൽക്കാലത്ത് ഇപ്പോൾ ആർദ്രത, സാന്ദ്രത, താപനില, കാറ്റ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ വായുവിൻ്റെ വേഗതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. അതിൽ നമ്മൾ ആർദ്രതയെ പറ്റിയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അന്തരീക്ഷത്തിലെ ജലബാഷ്പത്തിൻ്റെ അളവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ആർദ്രത എന്ന് വിളിക്കുന്നത്. സ്വാഭാവികമായിട്ടും വെയിലുള്ള സമയത്ത് നല്ല നീരാവി ആകാശത്തുണ്ടാവും. അപ്പോൾ വേനൽക്കാലത്ത് ആർദ്രത കൂടുതലായിരിക്കും. മഴക്കാലത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ വെള്ളത്തിൻ്റെ തുള്ളികൾ, വെള്ളത്തിൻ്റെ അംശം കൂടുതലാണ് അന്തരീക്ഷത്തിൽ. അപ്പം മഴക്കാലത്തും ആപേക്ഷിക ആർദ്രത കൂടുതലായിരിക്കും. ഇനി മഞ്ഞുകാലം എടുത്തു കഴിഞ്ഞാൽ വെള്ളം ഒന്നും ഉണ്ടാവില്ല. വെള്ളമൊക്കെ നമുക്കറിയാം, മഞ്ഞുകാലത്തെ വെള്ളമൊക്കെ ഈ മഞ്ഞായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ്. മഞ്ഞായിട്ട് പെയ്യുന്ന കാരണം ആ സമയത്ത് ആപേക്ഷിക ആർദ്രത എന്തായിരിക്കും, കുറവായിരിക്കും മഞ്ഞുകാലത്ത്. ഇത്രയൊന്ന് പറഞ്ഞു നോക്കിയേ. ആ ആ ആ ആ ആ ആ. അപ്പോൾ നമ്മൾ ഇത്രയും പഠിച്ചത് എന്തിനാ, നമ്മൾ വേഗത പറയാനായിട്ടല്ലേ. ആ ആ ബാധിക്കുന്നു, ആർദ്രത സ്വാധീനിക്കുന്നു. അപ്പോൾ ആർദ്രത കൂടുകയാണ്. ഞാനിങ്ങനെ മേലിട്ട് ആരോ മാർക്ക് ഇട്ടങ്ങനെ കൂടുകയാണ്. അന്നേരം വേഗത എന്ത് ചെയ്യണം, കൂടണം. ഓക്കെ, കൂടുന്നു, ആർദ്രത കൂടുന്നു. ആർദ്രത കൂടിയാൽ എന്ത് കൂടും, വേഗത കൂടും. അതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ശബ്ദം എന്ന് പറയുന്ന സാധനത്തിൽ, ഇപ്പോൾ ആർദ്രത വേറെ സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ചോദിക്കും, പക്ഷെ നമ്മുടെ ശബ്ദം എന്ന് പറയുന്ന പോർഷനിൽ ആർദ്രത എന്താണെന്ന് ചോദിക്കില്ല. നമ്മളോട് ചോദിക്കുന്നത് എന്താണ്, ആർദ്രത കൂടുതലാണെങ്കിൽ വേഗത കൂടുതലായിരിക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങളോട് ചോദിക്കുക, മഞ്ഞുകാലത്താണോ മഴക്കാലത്താണോ, അല്ലെങ്കിൽ മഞ്ഞുകാലത്താണോ വേനൽക്കാലത്താണോ ശബ്ദത്തിൻ്റെ വേഗത കൂടുതൽ, അങ്ങനെയാണ് ചോദിക്കുന്ന പരീക്ഷയ്ക്ക്. അങ്ങനെ ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം ആൻസർ, വേനൽക്കാലത്താണ്. കാരണം എന്താണ്, ആർദ്രത കൂടുതലാണെന്നുള്ള രീതിയിൽ പറയാം. അതല്ലെങ്കിൽ നമുക്ക് വേറൊരു കാര്യം പറയാം. ഇനി അത് അവിടെ നിൽക്കട്ടെ. അപ്പോൾ ആർദ്രത കൂടുതലാണ്, വേഗത കൂടുതലാണ് വേനൽക്കാലത്ത്, അപ്പോൾ വേഗത കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ കഴിഞ്ഞു. ഇനി നമുക്ക് താപനില നോക്കിയാൽ വേനൽക്കാലത്ത് എന്ത് കൂടുന്നറിയോ, ഇത്രയേ ഉള്ളൂ. ഊഷ്മാവ് കൂടിയാൽ, ഊഷ്മാവ് കൂടുന്നു. ഊഷ്മാവ് കൂടിയാൽ വേഗത കൂടുന്നു, അല്ലേ? ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി. ഈ ആർദ്രത കൂടുതലുള്ള സമയത്ത് വേഗത കൂടുതലല്ലേ. ആർദ്രത കൂടിയപ്പോൾ വേഗത കൂടി, ഊഷ്മാവ് കൂടിയാൽ വേഗത കൂടി. അപ്പോൾ മഴക്കാലത്ത് ശബ്ദത്തിന് വേഗത കൂടുതലായിരിക്കും. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഈ നമ്മുടെയൊക്കെ വീടിൻ്റെ അടുത്തുള്ള പള്ളികളോ അമ്പലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പാട്ടൊക്കെ വെക്കൂല അവർ. ഈ പാട്ട് വെക്കുന്നത് മഴക്കാലത്തൊക്കെ നന്നായിട്ട് കേൾക്കാൻ പറ്റും, നമുക്ക് അങ്ങ് ദൂരെ എന്നുള്ള കേൾക്കാൻ പറ്റും. വേനൽക്കാലത്ത് പെട്ടെന്ന് കേൾക്കാൻ പറ്റും, അതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ വേഗത കൂടുതലായതുകൊണ്ടാണ്. അപ്പോൾ ഊഷ്മാവ് കൂടുമ്പോഴും വേഗത കൂടുന്നുണ്ട്. ഇനി സാന്ദ്രത പറയുമെന്ന് വിചാരിക്കുക. ഇനി നമുക്ക് സാന്ദ്രതയല്ലേ പറയുന്നത്. സാന്ദ്രത കൂടുതലാണെങ്കിൽ വേഗത കുറവായിരിക്കും കേട്ടോ. സാന്ദ്രത കൂടുതൽ, വേഗത കുറവ്. അപ്പം അത് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് ഓർക്കാം. നിങ്ങൾക്കിത് മൊത്തം കൺഫ്യൂഷൻ ആവും പരീക്ഷയ്ക്ക്. അപ്പോൾ ഇത് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി ഞാൻ കണക്ട് ചെയ്ത് പറഞ്ഞുതരാം. ഒന്ന്, ആർദ്രതയുടെ കാര്യം എടുക്കുക. ആർദ്രത കൂടിയാൽ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞേ, വേഗത കൂടും. ആർദ്രത കൂടിയ വേഗത കൂടും. വേനൽക്കാലത്ത് എന്നാ പ്രശ്നം, വേനൽക്കാലത്ത് ആർദ്രത കൂടുതലാണോ കുറവാണോ? കൂടുതലാണ്. വേനൽക്കാലത്ത് ആർദ്രത കൂടുതലാണ്, അപ്പോൾ അവിടെ വേഗത കൂടുതലാണ്. അപ്പോൾ വേനൽക്കാലത്ത് എന്താ, ചൂട് കൂടുതലാണോ കുറവാണോ? ചൂട് കൂടുതലാണ്. അപ്പോൾ ചൂട് കൂടുന്ന കാരണം വേഗത എന്തായിരിക്കും, അപ്പം കൂടുതലായിരിക്കില്ലേ, കൂടുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആർദ്രത കൂടുതലാണ്, ആർദ്രത കൂടിയാൽ വേഗത കൂടുന്നു നമുക്കറിയാം. വേനൽക്കാലത്ത് ആർദ്രത കൂടുതലാണ്, വേനൽക്കാലത്ത് വേഗതയും കൂടുതലാണ്.
വേനൽക്കാലം എന്ന് പറയുന്നത് ചൂട് കാലമാണ്. ചൂട് കാലത്ത് ശബ്ദത്തിന് വേഗത കൂടുതലാണെന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ചൂട് കൂടിയാൽ വേഗത കൂടുന്നു, ആർദ്രത കൂടിയ വേഗത കൂടുന്നു. ഇനി ചൂട് കൂടുമ്പോൾ സാന്ദ്രത കുറയുവാണോ കൂടുകയാണോ ചെയ്യുന്നത്? ഒരു സാധനം നമ്മൾ ചൂടാക്കിയാൽ അതിൻ്റെ സാന്ദ്രത എന്ന് വെച്ചാൽ കട്ടിയല്ലേ, കുറയുവാണോ കൂടുകയാണോ ചെയ്യുന്നത്? സാന്ദ്രത എന്ത് ചെയ്യുന്നു? കുറയുമല്ലേ ചെയ്യുന്നേ. സാന്ദ്രത കുറയുമ്പോൾ അപ്പോൾ വേഗത കൂടുവാണോ കുറയുവാണോ ചെയ്യുന്നത്? സാന്ദ്രത കൂടിയാൽ വേഗത കുറയുന്നു. ഓക്കെ. സാന്ദ്രത കുറയുമ്പോൾ വേഗത കൂടുന്നു. അപ്പം കണക്ഷൻ കിട്ടിയില്ലേ? അപ്പോൾ നമ്മൾ വേഗതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒന്ന് സാന്ദ്രത കൂടിയ ആർദ്രത കൂടിയാൽ വേഗത കൂടുമോ കുറയോ? കൂടുന്നു. ആർദ്രത കുറഞ്ഞാൽ വേഗത കുറയുന്നു. രണ്ടാമത്തെ ഇതെന്തായിരുന്നു? സാന്ദ്രത കൂടിയാൽ വേഗത കുറയുന്നു. സാന്ദ്രത കുറഞ്ഞാൽ വേഗത കൂടുന്നു. ടെമ്പറേച്ചർ കൂടിയാൽ, ഊഷ്മാവ് കൂടിയാൽ വേഗത കൂടുന്നു. ഊഷ്മാവ് കുറഞ്ഞാൽ വേഗത കുറയുന്നു. അപ്പോൾ ഊഷ്മാവ് പഠിച്ചു. പിന്നെ എന്തുവായിരുന്നു നമുക്കുള്ളത്? സാന്ദ്രത, ഊഷ്മാവ്, അത്രേ ഉള്ളൂ അല്ലേ? ഓക്കെ. കാറ്റ്. ഇനി കാറ്റ്. ഈ കാറ്റ് ശരിക്കും പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? കാറ്റ് കൂടുമ്പോൾ വേഗത കൂടുന്നില്ലേ? കാറ്റ് കൂടുമ്പോൾ എന്ത് വ്യത്യാസം വരും? ഈ മർദ്ദ വ്യത്യാസം വരും അല്ലേ? പ്രഷർ ഡിഫറൻസ് വരും. പ്രഷർ ഡിഫറൻസ് കാരണമല്ലേ നമ്മൾ കാറ്റെന്ന് പറയുന്നത്. അപ്പോൾ കാറ്റിൻ്റെ സമയത്ത് എന്തുണ്ടാവും? കാറ്റ് വരുമ്പോൾ എന്തുണ്ടാവുന്നുണ്ട്? അവിടെ ഒരു മർദ്ദ വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. ഓക്കെ. പ്രഷർ എന്ന് പറഞ്ഞാലും മർദ്ദമാണ്. ഓക്കെ. ന്യൂനമർദ്ദം എന്നൊക്കെ നിങ്ങൾ കേൾക്കുന്നതാണ്, മഴ പെയ്യാനൊക്കെ മർദ്ദ വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ കാറ്റ് കാരണം മർദ്ദ വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. ഈ മർദ്ദ വ്യത്യാസം കാരണം വേഗതയിൽ ഏറ്റക്കുറച്ചിലുണ്ടാവും. ഓക്കെ. ഇത്ര ഓർത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇത്ര സാധനമുള്ളൂ. അപ്പോൾ കാറ്റുണ്ടാവുന്ന കാരണമല്ല ശരിക്കും മർദ്ദ വ്യത്യാസം. ഈ മർദ്ദ വ്യത്യാസം കാരണമാണ് കാറ്റുണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ മർദ്ദ വ്യത്യാസമുണ്ട്. കാറ്റുണ്ടെങ്കിൽ മർദ്ദ വ്യത്യാസമുണ്ട്. മർദ്ദ വ്യത്യാസം വരുമ്പോൾ ശബ്ദ വേഗതയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നുണ്ട്. കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ശബ്ദം കൂടിയും കുറഞ്ഞിരിക്കുന്ന പോലെയൊക്കെ നമുക്ക് അനുഭവപ്പെടും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ബേസിക്കായിട്ട് ശബ്ദത്തിൻ്റെ കാര്യങ്ങൾ പഠിക്കാനുള്ളത്. ഓക്കെ. ഇനി ശബ്ദത്തിനെ പറ്റിയിട്ടുള്ള പഠനം ഏതാണ്? അക്കോസ്റ്റിക്സ്. നമ്മൾ ഭയങ്കര ഒരു വലിയൊരു പഠന ശാഖയാണ് അക്കോസ്റ്റിക്സ്. ഓക്കെ. അക്കോസ്റ്റിക്സ് എന്നാണ് പറയുന്നത്. ഇനി പ്രതിധ്വനിനെ പറ്റിയിട്ടൊരു പഠനമുണ്ട്. പ്രതിധ്വനി എന്ന് പറഞ്ഞാൽ ഇവിടെ തട്ടി തിരിച്ചു വരുന്ന ഒരു ഇത് തന്നെയാണ് പ്രതിധ്വനി എന്ന് പറയുന്നത്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ പ്രതിധ്വനി പറ്റിയിട്ടുള്ള പഠനമാണ് കാറ്റക്കോസ്റ്റിക്സ്. ഒന്ന് ഓർത്ത് തന്നോളാം, കാറ്റക്കോസ്റ്റിക്സ്. ഓക്കെ. അക്കോസ്റ്റിക്സ് പോലെ തന്നെ കാറ്റക്കോസ്റ്റിക്സ് ഒന്ന് പറഞ്ഞു നോക്കിയേ. ശബ്ദത്തെ പറ്റിയിട്ടുള്ള പഠനമാണ് അക്കോസ്റ്റിക്. പ്രതിധ്വനിയെ പറ്റിയിട്ടുള്ള പഠനമാണ് കാറ്റക്കോസ്റ്റിക്സ്. ഇനി നമ്മൾ പുതിയ സാധനം പഠിക്കുവാണ്. ശ്രവണ സ്ഥിരത. ഓക്കെ. ശ്രവണ സ്ഥിരത എന്ന് പറഞ്ഞാൽ നമ്മളൊരു ശബ്ദം കേട്ടാൽ കുറച്ച് സമയത്തേക്ക് നമ്മുടെ ചെവിയിൽ തങ്ങി നിൽക്കും. നമ്മൾ ഒരു കാഴ്ച കണ്ടാലും കുറച്ച് സമയം കണ്ണിൽ തങ്ങി നിൽക്കുന്നുണ്ട്. അതുപോലെ ഒരു ശബ്ദം കേട്ടാൽ കുറച്ച് സമയം ചെവിയിൽ തങ്ങി നിൽക്കും. അത് എത്രയാണെന്നറിയോ? 1/10 സെക്കൻഡ്. ഓക്കെ. 1/10 സെക്കൻഡിലേക്ക് നിങ്ങളോട് ചോദിക്കും എത്ര നേരമാണ് ശ്രവണ സ്ഥിരത എന്ന് ചോദിച്ചാൽ എത്രയാണ്? 1/10 സെക്കൻഡ്. അതായത് നമ്മുടെ ചെവിയിൽ ഒരു ശബ്ദം നമ്മൾ കേൾക്കുന്ന ശബ്ദം കുറച്ച് നേരം നമ്മുടെ ചെവിയിൽ തങ്ങി നിൽക്കും. അത് തങ്ങി നിൽക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ 1/10 സെക്കൻഡ് ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ശ്രവണ സ്ഥിരത. മറന്നു പോകരുത്. 1/10 സെക്കൻഡാണ് നമ്മുടെ പ്രകാശമാണെങ്കിലോ? പ്രകാശത്തിനാണെങ്കിൽ 1/16 സെക്കൻഡാണ്. ശബ്ദം 1/10, മറ്റേത് 1/16. ഓക്കെ. അതൊന്ന് ഓർത്തിരുന്നോളാം. ഇനി നമ്മൾ സൗണ്ട് ഉണ്ടാക്കുന്ന സാധനത്തിന് പേരെന്താ പറയുന്നത്? സ്വനതന്തുക്കൾ അല്ലേ? സ്വനതന്തുക്കൾ. ലാരിങ്സ് എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ് വാക്ക്. നിങ്ങൾ ബയോളജി പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം സ്വനതന്തുക്കൾ. ഇനി നമ്മൾ സവിശേഷത പഠിക്കാൻ പോവാണ്. സവിശേഷതകൾ. ഓക്കെ. ശബ്ദത്തിൻ്റെ സവിശേഷതകൾ. ശബ്ദ സവിശേഷതകളിൽ
നമുക്ക് 3 സാധനങ്ങളാണ് പഠിക്കാനുള്ളത്. ഒന്ന് ഉച്ചത, സ്ഥായി, ഗുണം. ഉച്ചത, സ്ഥായി, ഗുണം. ഉച്ചതയുടെ വേറെ പേരാണ് എന്ത്? ലൗഡ്നെസ്. ഉച്ചതയാണ് ലൗഡ്നെസ്, സ്ഥായിയാണ് പിച്ച്, ഗുണമാണ് ക്വാളിറ്റി അല്ലേ? നല്ല ക്വാളിറ്റി ഉള്ളതെന്ന് പറഞ്ഞാൽ ഗുണമാണ്. ഓക്കെ, അപ്പോൾ ശബ്ദത്തിന് 3 സവിശേഷതകളാണുള്ളത്: ഉച്ചത, സ്ഥായി, ഗുണം. ഉച്ചത എന്ന് പറഞ്ഞാൽ ലൗഡ്നെസ്, സ്ഥായി എന്ന് പറഞ്ഞാൽ പിച്ച്, ഗുണം എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി. ഇനി നമ്മൾ ഓരോന്നോരോന്ന് പഠിക്കാം. അത് പറഞ്ഞു നോക്കിയേ, ശബ്ദ സവിശേഷതകൾ ഏതൊക്കെയാണ്? ക്വാളിറ്റി. ഇനി അടുത്തത് നമുക്ക് ഓരോന്നോരോന്ന് പഠിക്കാം. ആദ്യത്തേത് നമുക്ക് പഠിക്കാനുള്ളത് ഉച്ചതയാണ്. ഉച്ചത അല്ലെങ്കിൽ ഉച്ചത വേറെ എന്തായിരുന്നു? ലൗഡ്നെസ്. ഓക്കെ, ഉച്ചതയുടെ വേറെ പേരാണ് ലൗഡ്നെസ്. നിങ്ങൾ ഈ ഡിഗ്രി ലെവൽ എക്സാം ഒക്കെ എഴുതാൻ നേരത്ത് ഇംഗ്ലീഷിലുള്ള വാക്കുകൾ പഠിച്ചോണം. ഇംഗ്ലീഷിലുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം നമ്മൾ കേട്ടോ. മലയാളത്തിലുള്ള ക്വസ്റ്റ്യൻസ് നോക്കരുത് ഡിഗ്രി ലെവൽ എക്സാം. മറ്റേത് മലയാളത്തിൽ തന്നെ ചോദിക്കുള്ളൂ. കാരണം ഡിഗ്രി ലെവൽ എക്സാം വരുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അവർ ഈ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ പ്രശ്നം പറ്റാം, നല്ല രീതിയിൽ പ്രശ്നം പറ്റാറുണ്ട്. ഒരു 3-4 ക്വസ്റ്റ്യനൊക്കെ തെറ്റാറുണ്ട്. അത് ശ്രദ്ധിച്ചോണം. എന്നിട്ട് സാധാരണ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ മലയാളത്തിൽ തന്നെ ക്വസ്റ്റ്യൻസ്, അത് കാരണം അത് കുഴപ്പം വരില്ല. ഇപ്പോൾ ഡിഗ്രിയിൽ ഇംഗ്ലീഷും കൂടെ വരുന്ന കാരണം, ഇപ്പോൾ ഡിഗ്രി പ്രിലിംസ് ഒക്കെ വരുന്നുണ്ടല്ലോ, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലും കൂടെ ഉള്ളത് കാരണം അത് ഇംഗ്ലീഷിൽ ഉണ്ടാക്കിയിട്ടാണ് അവർ ഇതിലേക്ക് മാറ്റുന്നത് മലയാളത്തിലേക്ക്. പക്ഷേ അതിൽ ഇവർ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ആണ് കറക്റ്റാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വാക്കുകളൊക്കെ ഇംഗ്ലീഷ് വാക്കുകളും ഒന്ന് അറിഞ്ഞിരിക്കണം നന്നായിട്ട്. ഓക്കെ, ഇനി നമ്മൾ ഈ ഉച്ചത എന്ന് പറഞ്ഞാൽ ഇൻറ്റൻസിറ്റിയാണ് ശരിക്കും. സൗണ്ടിൻ്റെ ഇൻറ്റൻസിറ്റി. അപ്പം ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? തീവ്രത. നമ്മുടെ ചെവിയിൽ നമ്മൾ പറഞ്ഞില്ലേ, നമുക്കൊരു ശ്രവണേന്ദ്രിയം വേണം, അല്ലെങ്കിൽ നമ്മൾ കേൾക്കാനൊരു സാധനം വേണം, അല്ലെങ്കിൽ ചെവിയുടെ ഒരു ചെവി വേണം എന്ന് പറഞ്ഞു. ചെവി ഉണ്ടെങ്കിൽ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. അപ്പം ചെവിയിൽ എന്തുണ്ട്? ഒരു ഡയഫ്രം ഉണ്ടല്ലേ? ഡയഫ്രം എന്നല്ലേ നമ്മൾ പറയുന്നത്? ഒരു ഡയഫ്രം ഉണ്ട് ചെവിയിൽ ഒരു ഡയഫ്രം ഉണ്ട്. ഈ ഡയഫ്രത്തിലുണ്ടാവുന്ന കമ്പനം, ഓക്കെ, ഡയഫ്രത്തിൽ കമ്പനം ചെയ്യുമ്പോഴാണ് നമ്മൾ കേൾക്കുന്നത് അല്ലേ? നമ്മളൊരു സൗണ്ട് ഒരു സ്ഥലത്ത് ഉണ്ടാവുന്നുണ്ട്. ഈ സൗണ്ട് ഇങ്ങനെ വന്ന് എന്ത് ചെയ്യുന്നു? നമ്മുടെ ചെവി കയറുന്നു. ഈ ചെവിയുടെ ഉള്ളിൽ ഒരു ഡയഫ്രം ഉണ്ട്. ഈ ഡയഫ്രം കമ്പനം ചെയ്യുന്നുണ്ട്. ആ ഡയഫ്രത്തിൽ ഉണ്ടാകുന്ന കമ്പനമാണ് നമ്മൾ എന്തായിട്ട് അനുഭവപ്പെടുന്നത്? സൗണ്ടായിട്ട് അനുഭവപ്പെടുന്നത്. അപ്പോൾ കമ്പനത്തിൻ്റെ തീവ്രത, ആ കമ്പനത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആ ഡയഫ്രത്തിൽ ഉണ്ടാകുന്ന കമ്പനത്തിൻ്റെ തീവ്രത, അതിനെയാണ് നമ്മൾ ശരിക്കും ഉച്ചത എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതൊരു ഞാൻ ഇങ്ങനെ ഒരു സൗണ്ട് ഇങ്ങനെ മാപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുക. ഈ ഹൈറ്റ് ഉണ്ടല്ലോ, ആ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ആയിരം അല്ലേ? അതിൻ്റെ ഒരു സ്ട്രെങ്ത്, ആ സ്ട്രെങ്ത് കൂടുതലാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഉച്ചത ആശ്രയിക്കുന്ന ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നമ്മുടെ കമ്പന ആയതി മാത്രമായ കാര്യമുണ്ടോ? നമ്മുടെ ചെവിയുടെ ഗ്രാഹ്യതയും വേണ്ട. നമുക്ക് ചെവി കേൾക്കാത്ത ഒരാളുടെ അടുത്ത് വിട്ട് എത്ര കമ്പനായതി ഉണ്ടെങ്കിലും അയാൾക്ക് എന്തുണ്ടാവില്ല? അതിൻ്റെ ലൗഡ്നെസ് അറിയാൻ പറ്റില്ല. അപ്പോൾ ചെവിയും കൂടെ കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ നമ്മുടെ കമ്പനായതി കൂടുതലായിരിക്കണം. അതുപോലെ തന്നെ ചെവിയുടെ ഗ്രാഹ്യത എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഗ്രാഹ്യത മനസ്സിലായോ? ഒന്ന് പറഞ്ഞു നോക്കിയേ. ഉച്ചത എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻറ്റൻസിറ്റി സൗണ്ടാണ്, തീവ്രതയാണ്. എവിടത്തെ തീവ്രത? നമ്മുടെ കമ്പനം ചെയ്യുന്ന തീവ്രത, നമ്മുടെ ഡയഫ്രം, ചെവിയിലെ ഡയഫ്രം കമ്പനം ചെയ്യുന്ന തീവ്രതേനെയാണ് നമ്മൾ ഉച്ചത എന്ന് വിളിക്കുന്നത്. ഇനി ഉച്ചത ആശ്രയിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? കമ്പനത്തിൻ്റെ ഗ്രാഹ്യത. നമ്മൾ ചെവി കേൾക്കാത്ത ഒരാളുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ അടുത്ത് പോയിട്ട് എത്ര ആയതിലാണെങ്കിൽ അയാൾക്ക് കേൾക്കാനൊന്നും പറ്റൂല. ഓക്കെ, ഇനി കമ്പനായതി കൂടിയാൽ എന്ത് കൂടും? ഉച്ചത കൂടും അല്ലേ? ഉച്ചതയും കൂടും.
ഇപ്പോൾ കമ്പനായത് കൂടിയാൽ ഉച്ചത കൂടും, കമ്പനായത് കുറഞ്ഞാൽ ഉച്ചത കുറവായിരിക്കും. അപ്പോൾ അത് ചോദിക്കാൻ പരീക്ഷ. കമ്പനായതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ഏതാണ്? ഉച്ചതയാണ്. കമ്പനായത് കൂടിയാൽ ഉച്ചത കൂടും. ഇനി ഉച്ചതയ്ക്ക് യൂണിറ്റ് ഉണ്ട്. ഇനി ഉച്ചതയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഡെസിബലാണ്. ഓക്കെ, ഡെസിബൽ. ഡെസിബൽ എന്ന് കേട്ടിട്ടുണ്ടല്ലോ, ഡെസിബൽ. ഡെസിബൽ നമ്മൾ ഈ റേഷ്യോ ഒക്കെ യൂണിറ്റ് ഇല്ലാത്ത കാര്യത്തിൻ്റെ യൂണിറ്റാണ് ഡെസിബൽ. ഓക്കെ, ഉച്ചതയുടെ യൂണിറ്റ് ഡെസിബലാണ്. ഇനി ഉച്ചത അളക്കുന്ന ഉപകരണം, അളക്കുന്ന ഉപകരണം ചോദിക്കാറുണ്ട്, എളുപ്പം ഓർത്തിരിക്കാൻ. ഒന്ന് ഡെസിബൽ മീറ്റർ. ഡെസിബൽ അളക്കുന്ന ഉപകരണം ഡെസിബൽ മീറ്റർ. അതുപോലെ തന്നെ ഓഡിയോ മീറ്റർ. ഓഡിയോ അല്ലേ നമ്മൾ നോക്കുന്നേ, ഓഡിയോ മീറ്റർ. മനസ്സിലായോ? എന്ന് പറഞ്ഞു നോക്കിയേ. ഉച്ചതയുടെ യൂണിറ്റിനെ നമ്മൾ വിളിക്കുന്നത് ഡെസിബൽ എന്നും, ഉച്ചത അളക്കുന്ന ഉപകരണം ഏതാണ്? ഡെസിബൽ മീറ്റർ ആണ്, അല്ലെങ്കിൽ ഓഡിയോ മീറ്റർ ആണ്. ഇനി ശബ്ദ മലിനീകരണം നമ്മൾ പറയൂലേ? അപ്പോൾ ശബ്ദ മലിനീകരണമല്ലാത്ത, അല്ലെങ്കിൽ നമ്മുടെ അപകടകരമല്ലാത്ത ഉയർന്ന ശബ്ദം എത്രയാണെന്ന് ചോദിക്കാം. കരമല്ലാത്ത ഉയർന്ന ശബ്ദം എന്ന് പറഞ്ഞാൽ 50 ഡെസിബലാണ്. ഓക്കെ, ഇപ്പം 50 ഡെസിബലിന് മേലെയാണെങ്കിൽ നമുക്ക് അപകടകരമായിരിക്കും. മനസ്സിലായോ? ശബ്ദ മലിനീകരണം അളക്കുന്നത് നമ്മൾ എന്ത് വെച്ചിട്ടാണ്? ഈ ഉച്ചത വെച്ചിട്ടാണ് പറയുന്നത്. നല്ല സൗണ്ട് ആണെങ്കിൽ ഭയങ്കര ഉച്ചതയായിരിക്കും. നമ്മൾ ഈ എയറോപ്ലെയിനൊക്കെ പോകുന്ന സൗണ്ട് നിങ്ങൾ കേൾക്കുന്നില്ലേ? ടി വി കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ചെവി പോകുന്നുണ്ട്. അപ്പം അപകടകരമല്ലാത്ത, അല്ലെങ്കിൽ ശബ്ദമലിനീകരണം ഇല്ലാതെ നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഏറ്റവും ഉയർന്ന ശബ്ദം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് 50 dB ആണ്. ഇനി ശബ്ദമലിനീകരണം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണെന്നറിയോ? ഈ ഡെസിബൽ മീറ്റർ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ശബ്ദമലിനീകരണം അളക്കുന്നത്. ശബ്ദമലിനീകരണം അളക്കുന്ന ഉപകരണം ഏതാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഡെസിബൽ മീറ്ററാണ്. അതായത് ഉച്ചതയാണ് നമ്മൾ ഈ ശബ്ദമലിനീകരണത്തിനായിട്ട് പറയുന്നത്. ഇതൊന്ന് പറഞ്ഞു നോക്കിയപ്പോൾ ഇത്രയും. ഉച്ചതയുടെ യൂണിറ്റ് നമ്മൾ വിളിക്കുന്ന പേര് ഡെസിബല്. ഉച്ചത അളക്കുന്ന ഉപകരണം ഡെസിബൽ മീറ്ററും ഓഡിയോ മീറ്ററും. അപകടകരമല്ലാത്ത ഉയർന്ന ശബ്ദം എത്രയാണ്? ഉപകരണം ഡെസിബൽ മീറ്റർ തന്നെയാണ്. ഇനി അടുത്തൊരു സാധനം പഠിക്കാനുള്ളത്, ഇനി അടുത്തത് സ്ഥായിയാണ്. സ്ഥായി. ഉച്ചത കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സ്ഥായി. ഓക്കെ, സ്ഥായി എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂർമതയാണ്. കൂർമത. ഈ സ്ഥായിൻ്റെ ഇംഗ്ലീഷ് പേരെന്തായിരുന്നു? പിച്ച്. നമ്മൾ കൂർമത പറയില്ലേ? ഭയങ്കരമായിട്ട് നമ്മുടെ ചെവി തുളച്ച് കയറുന്ന ഒരു സൗണ്ട് ഇല്ലേ? അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ഥായി. അപ്പം ശരിക്കും ഫ്രീക്വൻസി ആണ് കേട്ടോ ഇതിന് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ. ഈ സ്ഥായി ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിലാണ്? ഫ്രീക്വൻസിയിലാണ്. അപ്പോൾ ഫ്രീക്വൻസി കൂടുമ്പം ഈ കൂർമത കൂടുവാണ്. ഓക്കെ, ഇനി ഇതിൽ ഭയങ്കരമായിട്ട് ഈ ചീവീടിൻ്റെ ഒച്ചയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ശരിക്കും എന്ത് കൂടുതലാണ്? സ്ഥായി കൂടുതലാണ്. നമുക്ക് പഠിക്കാം. ഇനി ശബ്ദത്തിൻ്റെ കൂർമതയാണ് സ്ഥായി. ഇനി അടുത്തത് നമുക്ക് ക്രമമായി കമ്പനം ഉണ്ടാകുന്നത് കേൾക്കാൻ ഇമ്പമുള്ളതുമായിട്ടുള്ള ശബ്ദത്തിനെ വിളിക്കുന്ന പേരെന്താ? സംഗീതം എന്ന് വിളിക്കും അല്ലെ? മ്യൂസിക്. അപ്പോൾ അത് ഓർത്തോണം. ക്രമമായിട്ട് കമ്പനം ചെയ്യുന്നുണ്ട്, നമുക്ക് കേൾക്കാൻ നമ്മുടെ ചെവിക്ക് നല്ല ഇമ്പമുള്ളതാണ് നമ്മുടെ മ്യൂസിക്, സംഗീതം. ഇനി അരോചകമായിട്ടും അല്ലെ ക്രമരഹിതമായിട്ടുള്ളതിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? ഒച്ചയാന്ന് പറയും അല്ലെ? ഭയങ്കര ഒച്ചയാണ് ഇല്ലേ? ഒച്ച എന്ന് പറയും. അപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ നമ്മുടെ സംഗീതം എന്ന് പറയുന്നത് ക്രമമായിട്ടുള്ളതും കേൾക്കാൻ ഇമ്പമുള്ളതുമായിട്ടുള്ളതാണ് സംഗീതം. അരോചകം, കേൾക്കാൻ ഭയങ്കര അരോചകമായിട്ടുള്ളതിന് നമ്മൾ ഒച്ചയാന്ന് പറയും. എന്ത് ഒച്ചപ്പാടാന്നൊക്കെ നമ്മൾ പറയില്ലേ? ഭയങ്കര ഒച്ചയാണ്, അത് അരോചകമായിട്ടുള്ളത്. ഇനി നമ്മൾ ശ്രുതി എന്ന് പറയുന്ന ഒരു വാക്കുണ്ട് സംഗീതത്തിൽ അല്ലേ? ഈ സംഗീതമായിട്ട് ബന്ധപ്പെട്ട സ്ഥായി. ഓക്കെ, സംഗീതത്തിൽ സ്ഥായി ആയി ബന്ധപ്പെട്ടത് ശ്രുതിയാണ്. ശ്രുതി അല്ലേ തന്നെ നമ്മൾ പിച്ച് ഔട്ടായി എന്നൊക്കെ പറയുന്ന കേൾക്കാലോ. ശ്രുതി പോയി എന്ന് പറയും.
അല്ലെങ്കിൽ പിച്ചോട്ടായി എന്നൊക്കെ പറയും. അത് എന്തിനാണ് ഉദ്ദേശിക്കുന്നത്? സ്ഥായിനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സംഗീതത്തിൽ ഈ പറയുന്ന സ്ഥായിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആൾ ശ്രുതിയാണ്, അല്ലെങ്കിൽ പിച്ച് നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, ഇനി സപ്തസ്വരം കേട്ടിട്ടുണ്ടല്ലോ. സാ മുതൽ നാ വരെ. അതിൽ സായാണ് എന്ത് ആവൃത്തി കുറവ്, മറന്നു വരുന്നത്. നായാണ് നീ, നീയാണ് നീ. എന്തോ സായിക്കാണ് ആവൃത്തി കുറവ്, ഏതോ നീ സരിഗമ പദനീസ, പിന്നെ സാ റിപ്പീറ്റ് ചെയ്ത് വരല്ലേ, നീ അല്ല അവസാനം. ആവൃത്തി കുറവ് സായിക്ക്, നീക്കാണ് ആവൃത്തി കൂടുതൽ. ഓക്കെ, ആവൃത്തി കൂടുതൽ നീക്ക്, ആവൃത്തി കുറവ് സായിക്ക്. അപ്പോൾ ഈ ആവൃത്തി കൂടുമ്പോൾ എന്ത് കൂടുന്നുണ്ട്? പിച്ച് വ്യത്യാസം വരുന്നുണ്ട് അല്ലേ. അപ്പം ഇത്ര ഓർത്തിരിക്കുക. അപ്പം നമ്മൾ കേൾക്കാൻ ഇമ്പമുള്ളതും ക്രമമായിട്ടുള്ള ഒരു ശബ്ദത്തിനാണ് നമ്മൾ സംഗീതം എന്ന് വിളിക്കുന്നത്. ക്രമരഹിതമായിട്ട് നമ്മൾ കേൾക്കുന്ന സാധനമാണ് ഒച്ച. ഇനി സംഗീതത്തിൽ നമ്മൾ സ്ഥായിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ശ്രുതിയാണ്. സരിഗമ പദനിസ എന്ന് നമുക്കറിയാം. അതിൽ ആവൃത്തി സായിക്കാണ് ആവൃത്തി കുറവ്. നീ കഴിഞ്ഞാൽ സാ വീണ്ടും റിപ്പീറ്റ് ചെയ്യല്ലേ, അല്ലേ? റിപ്പീറ്റ് ചെയ്യാം. നിങ്ങൾ മറ്റേ കെമിസ്ട്രി പഠിക്കുന്നുണ്ട്, എന്താ അത് സരിഗമ പദനിസ പറയുന്നത്? ലോ ഓഫ് ഒക്ടേവ്സ് അല്ലേ? ഒക്ടേവ്സിലല്ലേ ഏഴാമത്തെ സാധനം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ എട്ടാമത്തത് വീണ്ടും റിപ്പീറ്റേഷൻ ആയിരിക്കും. അതാണ് സരിഗമ പദനിസയിൽ നീ സായ്ക്കാണ് ആവൃത്തി കുറവ്, നീക്കാണ് ആവൃത്തി കൂടുതൽ. അപ്പോൾ അത്ര ഓർത്തിരിക്കുക. ഇനി താഴ്ന്ന ആവൃത്തിയുള്ള ശബ്ദത്തിന് നമ്മൾ വിളിക്കുന്ന പേരെന്താണെന്നറിയോ? ആവൃത്തി അല്ലെങ്കിൽ സ്ഥായി. നമ്മൾ ബാസ് എന്നാണ് വിളിക്കുന്നതിനെ, അല്ലേ? നല്ല ബാസുള്ള സൗണ്ടാന്ന് പറയില്ലേ ചിലരുടെ ഒച്ചേനെ, നല്ല ബാസുള്ള സൗണ്ടാന്ന് പറയും. അല്ലെങ്കിൽ നിങ്ങൾ ഈ സബ് വൂഫറുകൾ, നമ്മൾ നല്ല ഇടി കിട്ടുന്ന സൗണ്ട് കിട്ടില്ലേ നിങ്ങൾ, ഇടി മുഴക്കം പോലത്തുള്ള സൗണ്ടുകൾ, അതൊക്കെ താഴ്ന്ന സ്ഥായിയാണ്. നമ്മൾ ഈ തിയേറ്ററിലൊക്കെ ചെല്ലുമ്പോൾ നല്ല ഇടിയൊക്കെ ഉണ്ടാവില്ലേ, അത് സബ് വൂഫർ എന്ന് പറയുന്ന ഒരു സാധനമാണ് അവിടെ വെച്ചിരിക്കുന്നത്. അത് ഏതാണ്? ബാസാണ്. ഓക്കെ, അപ്പോൾ താഴ്ന്ന ശ്രുതിയിലുള്ള അല്ലെങ്കിൽ താഴ്ന്ന ആവൃത്തി, താഴ്ന്ന ആവൃത്തി അല്ലെങ്കിൽ താഴ്ന്ന ശ്രുതി, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബാസ്. ഇനി ഉയർന്ന ആവൃത്തി, ട്രബിള്, ഉയർന്ന ആവൃത്തി അല്ലെങ്കിൽ ഉയർന്ന ശ്രുതിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രബിൾ. ഓക്കെ, ട്രബിൾ എങ്ങനെയാണ് എഴുതുന്നത്? ട്രബിൾ. ഓക്കെ, അപ്പോൾ ഉയർന്ന ആവൃത്തി. അപ്പോൾ താഴ്ന്ന ആവൃത്തി ഉള്ളതിനെ നമ്മൾ ബാസ് എന്ന് പറയും. ഈ ബാസ് നമ്മൾ റീപ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വൂഫേഴ്സ് ആണ്. ഓക്കെ, വൂഫർ എന്ന് പറയും. സ്പീക്കറിൻ്റെ കോൺഫിഗറേഷൻ നിങ്ങൾ പഠിക്കുവാണെങ്കിൽ വൂഫറാണ് ബാസ് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഉയർന്ന ആവൃത്തി തന്നെ നമ്മൾ റീക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെ ട്രബിളിൽ റീക്രിയേറ്റ് ചെയ്തത് എന്ത് വരുന്നത്? ട്യൂട്ടർ എന്ന് പറയുന്ന സ്പീക്കറാണ്. ഓക്കെ, ഇനി നമ്മൾ രണ്ട് വസ്തുക്കളുണ്ടല്ലോ, ഈ രണ്ട് വസ്തുക്കൾ ഒരേപോലെ കമ്പനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ രണ്ടിൻ്റെ ആവൃത്തിയിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഓക്കെ, ഈ ആവൃത്തിയിൽ ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിൽ ഈ സൗണ്ടുകളിൽ ഏറ്റക്കുറച്ചിലുണ്ടാവും. നമ്മൾ ചിലപ്പോൾ അതെന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇതൊരു ആവൃത്തിയാണ്, ഇത് വേറൊരു സിഗ്നലാണ്. ഈ രണ്ട് സിഗ്നലുകളും കൂടി ചേരൂലേ? കൂടി ചേരുമ്പോൾ ചിലപ്പോൾ എന്ത് സംഭവിക്കും? വലിയൊരു സിഗ്നൽ ഉണ്ടാവും. ചിലപ്പോൾ ഒരു സിഗ്നലും വേറെ സിഗ്നലോട് കൂടി ചേരുമ്പോൾ ചിലപ്പോൾ എന്ത് സംഭവിക്കും? ചെറിയൊരു സിഗ്നലായിരിക്കും ഉണ്ടാവുന്നത്. മനസ്സിലായോ? അതിൻ്റെ സ്ട്രെങ്ത് കുറഞ്ഞു. അതായത് ഇത് കൂടി ചേരണമെങ്കിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ടും തമ്മിൽ ഈ ആവൃത്തി സിമിലർ ആയിരിക്കണം, അല്ലെങ്കിൽ ആവൃത്തിയിൽ ചെറിയ വ്യത്യാസമേ പാടുള്ളൂ. അപ്പോൾ ആവൃത്തിയിൽ ചെറിയ വ്യത്യാസം ഉള്ളൂ എങ്കിൽ രണ്ടും തമ്മിൽ കൂടി ചേരാനും, അത് തമ്മിൽ കൂടി ചേരുമ്പോൾ എന്ത് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്? അത് നശിച്ചു പോകാനോ അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രെങ്ത് കൂടാനോ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് കൺസ്ട്രക്റ്റീവാണ്. കൺസ്ട്രക്റ്റീവ് എന്ന് പറയാം, ഇതിനെ നമ്മൾ ഡിസ്ട്രക്റ്റീവ് എന്ന് പറയാം. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ഈ റെപ്രസെൻ്റ് ചെയ്യാം. മനസ്സിലായി? അപ്പോൾ ഈ ആവൃത്തിയിൽ ചെറിയ വ്യത്യാസമുള്ള രണ്ട് സിഗ്നലുകൾ പോകുമ്പോൾ അത് രണ്ടും കൂടാനും കുറയാനും ചാൻസ് ഉണ്ട് അല്ലേ? അപ്പോൾ
അപ്പോൾ ആ ശബ്ദ വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. ആ ശബ്ദത്തിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബീറ്റുകൾ. മറന്നു പോകരുത്, ബീറ്റുകൾ ഏതാണ്? അപ്പോൾ ആവൃത്തിയിൽ ചെറിയ വ്യത്യാസമുള്ള രണ്ട് വസ്തുക്കൾ ഒരേ സമയം കമ്പനം ചെയ്യാമെന്ന് വിചാരിക്കുക. ആവൃത്തിയിൽ ചെറിയ വ്യത്യാസമുള്ള രണ്ട് വസ്തുക്കൾ ഒരേ സമയം കമ്പനം ചെയ്യുമ്പോൾ അവയുടെ ശബ്ദത്തിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളെ വിളിക്കുന്ന പേരാണ് ബീറ്റുകൾ. മനസ്സിലായോ? കിട്ടിയോ? അത് എന്തുകൊണ്ടാണ് വരുന്നതെന്നാണ് ഞാൻ ഈ വരച്ച് കാണിച്ചത്, കൺസ്ട്രക്റ്റീവ് ഡിസ്ട്രക്റ്റീവ് ആയിട്ട്. അപ്പോൾ രണ്ടും ഏകദേശം സിമിലർ ആയിട്ടുള്ള സാധനങ്ങളാണ്, ചെറിയ വ്യത്യാസമേ ഉള്ളൂ ആവൃത്തിയിൽ. അപ്പോൾ അത് രണ്ടും തമ്മിൽ കൂടിക്കലരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കൂടിക്കലരുമ്പോൾ ചിലപ്പോൾ സൗണ്ട് കൂടുകയും ചിലപ്പോൾ സൗണ്ട് കുറയുകയും ചെയ്യും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബീറ്റ്. ഓക്കെ ആണല്ലോ? അത് ഒന്ന് പറഞ്ഞു നോക്കിയേ. ബീറ്റുകൾ. ഓക്കെ. ഇനി ശബ്ദത്തിൻ്റെ കൂർമ്മത എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഞാൻ പറഞ്ഞായിരുന്നു, ഫ്രീക്വൻസി അല്ലേ? ബന്ധപ്പെട്ടിരിക്കുന്നത് ഫ്രീക്വൻസി. ഇപ്പോൾ ഫ്രീക്വൻസി അല്ലെങ്കിൽ അതിൻ്റെ മലയാളം എന്തായിരുന്നു? ആവൃത്തിയുമായിട്ടാണ് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഓക്കെ. ആവൃത്തിയുമായിട്ടാണ് കൂർമ്മത ബന്ധപ്പെട്ടിരിക്കുന്നത്. ഓക്കെ. ഇനി ആവൃത്തി കൂടിയാൽ കൂർമ്മത കൂടും അല്ലേ? കൂർമ്മത കൂടും അല്ലെങ്കിൽ പിച്ച് കൂടും. ഓക്കെ. അപ്പോൾ ആവൃത്തി കൂടിയാൽ കൂർമ്മത കൂടുതലായിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സ്ത്രീകളുടെയും കുട്ടികളുടെയും ശബ്ദത്തിന് കൂർമ്മത കൂടുതലായിരിക്കുമേ? അല്ലേ? സ്ത്രീകളുടെ ഒച്ചയ്ക്ക് ഒരു കൂർമ്മത കൂടുതലല്ലേ? സ്ത്രീകൾ, കുട്ടികൾ, അവരുടെ കൂർമ്മത കൂടുതലായിരിക്കും. ഓക്കെ. സ്ത്രീകളുടെയും കുട്ടികളുടെയും ശബ്ദത്തിൻ്റെ കൂർമ്മത കൂടുതലായിരിക്കും. ഇനി നമ്മൾ ഈ സിംഹത്തിൻ്റെ കരച്ചിൽ അല്ലെ അലറൽ, സിംഹത്തിൻ്റെ അലറൽ കൂർമ്മത എന്തായിരിക്കും? കൂടുതലായിരിക്കും, കുറവായിരിക്കും? സിംഹത്തിൻ്റെ അലറൽ, സിംഹഗർജനം, കൂർമ്മത എന്തായിരിക്കും? കുറവായിരിക്കില്ലേ? ബാസ് ആയിരിക്കില്ലേ കൂടുതൽ? കുറവായിരിക്കും. ബാസാണ് കൂടുതൽ, സിംഹഗർജനം. അപ്പം നിങ്ങൾ അങ്ങനെ ആലോചിച്ചാൽ മതി. ചീവീടിൻ്റെ കരച്ചിലോ? പിച്ച് കൂടുതലാണ് ചീവീടിൻ്റെ കരച്ചിൽ. കുയില് കൂടുതലായിരിക്കും. അപ്പം നിങ്ങൾ അങ്ങനെ ആലോചിച്ചാൽ മതി. നമ്മൾ പറയുന്ന സാധനത്തിൻ്റെ ഇതനുസരിച്ച് അപ്പോൾ പിച്ച് കൂടുതൽ, അതിൻ്റെ ബാസ് കൂടുതലാണെന്ന് നോക്കിയാൽ മതി. ഓക്കെ. ഇനി രണ്ട് തരം സ്ഥായി ഉണ്ട് കേട്ടോ. സ്ഥായി രണ്ട് തരം സ്ഥായി ഉണ്ട്. ഉച്ചസ്ഥായി, ഇംഗ്ലീഷ് പേര് നമ്മൾക്ക് അറിയാം, ഹൈ പിച്ച്. അടുത്തതായിരിക്കും ഉച്ചത്തിൻ്റെ ഓപ്പോസിറ്റ് നീചസ്ഥായി, അതാണ് ലോ പിച്ച്. ഓക്കെ. ഉച്ചസ്ഥായി ഉണ്ട്, നീചസ്ഥായി ഉണ്ട്. ഇനി ഉച്ചസ്ഥായിയുടെ ഉദാഹരണം എന്താ? നമ്മൾ ബോർഡിലൊക്കെ വരയ്ക്കൂലേ, ചീവീടിൻ്റെ സൗണ്ടൊക്കെ ഉണ്ടല്ലോ, വിസിലിൻ്റെ ഒച്ചയൊക്കെ. ഒച്ച, ചീവീട്, ഇതൊക്കെ ഉച്ചസ്ഥായിയാണ്. നീചസ്ഥായി എന്ന് പറഞ്ഞാൽ ഇത് കുറവ്, പട്ടിയുടെ ഇടിനാദം, പട്ടി മുരളൂല്ലേ, പട്ടി ഇങ്ങനെ മുരണ്ടുകൊണ്ടിരിക്കും, അതൊക്കെ ലോ പിച്ചാണ്. അല്ലെങ്കിൽ സിംഹത്തിൻ്റെ മുരളലൊക്കെ ലോ പിച്ചാണ്. അത്രേ ഉള്ളൂ. ഹൈ പിച്ച്, ലോ പിച്ച് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞതാണ്, അത് ഒന്നോടെ ഒന്ന് എഴുതിയെന്നേ ഉള്ളൂ. ഇനി ഒരു സാധനത്തോടെ നമുക്ക് പഠിക്കാനുണ്ടല്ലേ, ഗുണം. ലാസ്റ്റത്തെ ഗുണം എന്ന് പറയുന്ന ഒരു സ്വഭാവവിശേഷം കൂടെ ഉണ്ട്. ഗുണത്തിന് നമ്മൾ എന്തായിരുന്നു ഇംഗ്ലീഷ്? ക്വാളിറ്റി അല്ലേ? ക്വാളിറ്റി. ഈ ഗുണം കാരണമാണ്. അപ്പോൾ നിങ്ങൾ മോഹൻലാലിൻ്റെ സൗണ്ട് കേട്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും, അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ സൗണ്ട് കേട്ടാൽ തിരിച്ചറിയാൻ പറ്റും. ആ തിരിച്ചറിയാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ചെണ്ടയുടെ സൗണ്ട് ഒക്കെ തിരിച്ചറിയാൻ പറ്റും. ഇതൊക്കെ എന്ത് കാരണമാണ്? ഗുണം കാരണമാണ്. അത്ര ഓർത്താൽ മതി. ഇപ്പോൾ വ്യക്തികളെയൊക്കെ ശബ്ദം തിരിച്ചറിയാൻ സാധിക്കുന്നത്, ഓക്കെ, അറിയാൻ സാധിക്കുന്നത് എന്ത് കാരണമാണ്? ഗുണം കാരണം. അത്ര ഓർത്താൽ മതി. അല്ലെങ്കിൽ ശബ്ദ സ്രോതസ്സുകളെ, പല പല ശബ്ദ സ്രോതസ്സുകളെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നതൊക്കെ
ഗുണം കാരണമാണ്. അപ്പോൾ ഇത്രയാണ് ശബ്ദത്തിൻ്റെ വിവിധ സവിശേഷതകൾ. ഓക്കെ, അപ്പോൾ ഒന്ന് പറഞ്ഞു നോക്കിയ സവിശേഷതകളെല്ലാം. സ്ഥായി, ഉച്ചത. ഇനി ഉച്ചത എന്തായിരുന്നു? മീറ്റർ, ഓഡിയോ മീറ്റർ. ഡെസിബൽ മീറ്റർ. സായി. യൂഫർ. ബീറ്റുകൾ. കുറുമത്ത് കൂടും. കൂടുതലായിരിക്കും. പുരുഷന്മാർ കർജ ബാസ് കൂടുതലായിരിക്കും. സഹിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് ഇത്ര പഠിച്ചാൽ മതി. അപ്പോൾ അടുത്ത ദിവസം നമുക്ക്